നമസ്കാരം. കശുവണ്ടി വികസന കോർപ്പറേഷനിൽ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിൽ കോടികളുടെ അഴിമതി നടന്ന സംഭവത്തിൽ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി സർക്കാർ നിഷേധിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ നിലവിലുള്ള കോടതിയലക്ഷ്യ കേസിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് മെയ് 18 നേരിട്ട് ഹാജരാകണം. അഴിമതി കേസിൽ അന്വേഷണം പൂർത്തിയാക്കി CBI കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുന്നോടിയായി അഴിമതി നിരോധന നിയമപ്രകാരം പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷനുള്ള അനുമതി സർക്കാർ നിഷേധിച്ചിരുന്നു. ഇതിന് 4 വാദങ്ങളാണ് സർക്കാർ പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ചത്. സർക്കാരിന്റെ വാദങ്ങളെല്ലാം ഹൈക്കോടതി കാര്യകാരണ സഹിതം തള്ളുകയായിരുന്നു. തീർത്തും ദുർബലമായ വാദങ്ങളാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത്. ഇതൊക്കെ കോടതി പൊളിച്ചടുക്കി. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാർഗ്ഗനിർദ്ദേശങ്ങളും സ്റ്റോർ പർച്ചേസ് മാനുവലും കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷന് ബാധകമാണെന്ന് ഉറപ്പിക്കാൻ തക്കതായ തെളിവുകളില്ല എന്നായിരുന്നു സർക്കാരിന്റെ ഒന്നാമത്തെ വാദം. ഈ കണ്ടെത്തൽ വസ്തുതാപരമായി തെറ്റാണെന്ന് കോടതി വ്യക്തമാക്കി. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സംഭരണ സംവിധാനത്തിന്റെ അടിസ്ഥാനം സ്റ്റോർ പർച്ചേസ് മാനുവലാണ്. മാനുവലിലെ അനുബന്ധം 1 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ 77ാമത്തെ ഇനമായി കശുവണ്ടി വികസന കോർപ്പറേഷനെ കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പൊതുപണമാണ് ഉപയോഗിക്കുന്നത് എന്നതിനാൽ അവ പൊതുസംഭരണത്തിന്റെ പരിധിയിൽ വരും. അതിനാൽ മാനുവലിലെ 1-ാം അധ്യായം അനുസരിച്ച് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും CVC മാർഗ്ഗനിർദ്ദേശങ്ങൾ ബാധകമാണ്. കൂടാതെ കോർപ്പറേഷന് സ്വന്തമായി ഒരു പർച്ചേസ് മാനുവൽ ഇല്ലെന്ന വസ്തുത അനുമതി നൽകേണ്ട അധികാരി പരിഗണിക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 11 അംഗങ്ങളുള്ള ഡയറക്ടർ ബോർഡാണ് വിവാദമായ കരാറുകൾക്കെല്ലാം അംഗീകാരം നൽകിയത്. അതിനാൽ ഒരു സർക്കാർ ഉത്തരവിനെ അടിസ്ഥാനമാക്കിയുള്ള ബോർഡിന്റെ തീരുമാനങ്ങളുടെ ഭാഗമായാണ് ആരോപിക്കപ്പെടുന്ന നടപടികൾ ഉണ്ടായതെന്നായിരുന്നു സർക്കാരിന്റെ 2ാമത്തെ വാദമുഖം. കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ പൂർണ്ണ ചുമതലയുള്ള മുഖ്യ നിർവഹണ ഉദ്യോഗസ്ഥനായ മാനേജിംഗ് ഡയറക്ടറാണെന്നും ബോർഡ് യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് ചെയർമാനാണെന്നും കോടതി നിരീക്ഷിച്ചു. ടെൻഡറുകൾ അന്തിമമാക്കുന്നതിനുള്ള എല്ലാ ബോർഡ് യോഗങ്ങളിലും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും സ്ഥിരമായി പങ്കെടുത്തിരുന്നുവെന്നും എന്നാൽ മറ്റംഗങ്ങളുടെ പങ്കാളിത്തം വ്യത്യാസപ്പെട്ടിരുന്നുവെന്നും CBI കണ്ടെത്തിയിട്ടുണ്ട്. 1-3 പ്രതികൾ ചേർന്നാണ് സംഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുത്തതെന്നും തങ്ങളുടെ പദവി ദുരുപയോഗം ചെയ്ത 4ാം പ്രതിയുമായി ഗൂഢാലോചന നടത്തി നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് കരാറുകൾ നൽകിയതെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. അനുമതി നൽകേണ്ട അധികാരി ഈ വ്യക്തമായ കണ്ടെത്തലുകൾ അവഗണിച്ചുവെന്നും കോടതി വ്യക്തമാക്കി. വസ്തുതാപരമായി നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് കണ്ട് കോടതി തള്ളിക്കളഞ്ഞ വാദങ്ങൾ തന്നെയാണ് അഴിമതി കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ തിരിച്ചും മറിച്ചും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നതാണ് കോടതിയലക്ഷ്യ നടപടികളുമായി മുന്നോട്ട് പോകാൻ കോടതിയെ നിർബന്ധമാക്കിയതെന്നാണ് നിയമവൃത്തങ്ങളിലെ പൊതു അഭിപ്രായം. UDF സർക്കാരിന്റെ കാലത്ത് നടന്ന തോട്ടണ്ടി അഴിമതി കേസിൽ പ്രതികളായ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ അന്നത്തെ ചെയർമാനും INTUC സംസ്ഥാന പ്രസിഡന്റുമായ R ചന്ദ്രശേഖരൻ, അന്നത്തെ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി സർക്കാർ CBIക്ക് നിഷേധിച്ചിരുന്നു. അഴിമതി കണ്ടെത്തിയ വിജിലൻസ് DYSP P. ജ്യോതികുമാറിനെ കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റിയ സർക്കാർ KFCയിലെ വാഹന വായ്പ സംബന്ധിച്ച അഴിമതി കണ്ടെത്തിയ അദ്ദേഹത്തെ ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കോൺഗ്രസ് നേതാവും പൊതുപ്രവർത്തകനുമായിരുന്ന കടകംപള്ളി മനോജ് ആയിരുന്നു ഈ കേസിലെ പരാതിക്കാരൻ. കേസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ 50 ലക്ഷം രൂപ വരെ മനോജിന് വാഗ്ദാനം ചെയ്തിരുന്നു. 2015-2016 കാലയളവിലാണ് കശുവണ്ടി വികസന കോർപ്പറേഷനിൽ തോട്ടണ്ടി വാങ്ങിയതിൽ കോടികളുടെ ക്രമക്കേട് വിജിലൻസ് ഇൻസ്പെക്ടറായിരുന്ന P. ജ്യോതികുമാർ കണ്ടെത്തിയത്. UDF ഭരണകാലത്തെ അഴിമതി ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് CBI അന്വേഷിച്ചു. R ചന്ദ്രശേഖരനും രതീഷും അടക്കമുള്ളവർ ക്രമക്കേട് നടത്തിയെന്ന് CBI കണ്ടെത്തിയെങ്കിലും പ്രതികളെ സംരക്ഷിക്കാൻ പിണറായി സർക്കാർ രംഗത്ത് വരുന്നതാണ് പിന്നീട് കണ്ടത്. പ്രതികൾക്കെതിരെ നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അഴിമതി കണ്ടെത്തിയ ജ്യോതികുമാറിനെ സർക്കാർ എല്ലാ തരത്തിലും ദ്രോഹിക്കുന്നതാണ് പിന്നീട് കണ്ടത്. INTUC നേതാവായ ചന്ദ്രശേഖരൻ മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളായി മാറുന്നത് കണ്ട് CPM വരെ ഞെട്ടിത്തെറിച്ചു. എന്തുവന്നാലും ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കൊടുക്കില്ലെന്ന പിടിവാശിയാണ് പിണറായിക്കുണ്ടായിരുന്നത്.